BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ പുതിയ അധ്യായം. വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്തു പ്രധാനമന്ത്രി. ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ പുതിയ അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്തെന്ന് മോദി സ്റ്റാമർ സംയുക്ത പ്രസ്താവന. ഗസ യുക്രൈൻ സംഘർഷങ്ങളും ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പുകഴ്ത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ വ്യാപാര ചുങ്കം കുറഞ്ഞു, കൂടുതൽ തൊഴിലവസരങ്ങൾ തുറന്നു, നൂതന ആശയങ്ങൾക്കായി സംയുക്ത റിസർച്ച് നടത്തും, 9 ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും ചർച്ച നടന്നു. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണം എന്നതാണ് നയം. ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി ബ്രിട്ടനിലെത്തുകയും അവിടെ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കൊപ്പം 100ഓളം പേരടങ്ങുന്ന വലിയ സംഘമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. പ്രതിരോധം അടക്കമുള്ള മേഖലകളിൽ നിലവിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇരു രാജ്യങ്ങളും കടക്കും. ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മിഷൻ 2035 എന്ന അടുത്ത 10 വർഷത്തിലേക്കുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, പ്രതിരോധം, നിക്ഷേപം തുടങ്ങിയവയിൽ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിഷേധം, OP മുടങ്ങി, ദുരിതത്തിലായി രോഗികൾ. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാരുടെ സമരത്തിൽ ദുരിതത്തിലായി രോഗികൾ. ജില്ലയിലെ OPകൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുവരെ സമരം തുടരുവാനാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ തീരുമാനം. താമരശ്ശേരിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് KGMOA. ജില്ലയിലെ ആശുപത്രി OPകൾ പൂർണ്ണമായും സ്തംഭിപ്പിച്ചായിരുന്നു പ്രതിഷേധം. മിന്നൽ പണിമുടക്കിൽ ദുരിതത്തിലായ ജനങ്ങൾ നിരവധിയാണ്. ജില്ലയിലെ പ്രധാന ആശുപത്രിയായ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ രാവിലെ മുതൽ ആളുകളെത്തി. ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് എല്ലാവരും മടങ്ങി. ജില്ലയിലെ മലയോര മേഖലയിലും പ്രതിസന്ധി രൂക്ഷമായി. അതിനിടെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമാക്കുക, അത്യാഹിത വിഭാഗത്തിൽ കുറഞ്ഞത് 2 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനം മെച്ചപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് മിഠായി തെരുവിൽ KGMOA പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുവാനാണ് തീരുമാനം. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വവുമായി ആലോചിച്ച് സമരം കടുപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. പാക്കിംഗിൽ പിഴവ്, തലച്ചോറിലെ ക്യാൻസറിന്, ശ്വാസകോശ ക്യാൻസറിനുള്ള കീമോതെറാപ്പി ഗുളിക. നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. കമ്പനിയുടെ പാക്കിംഗിലെ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം RCCക്ക് നൽകിയ മരുന്ന് മാറിയതിൽ നടപടിയുമായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിക്കെതിരെ കേസെടുത്തു. തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് ശ്വാസകോശ ക്യാൻസർ ബാധിതർക്കുള്ള കീമോതെറാപ്പി ഗുളികകളാണ് മാറി നൽകിയത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ല RCC അറിയിച്ചു. മാറിപ്പോയ ഗുളിക രോഗികൾക്ക് നൽകിയിട്ടില്ലെന്നും വിശദീകരണം. ഗുജറാത്ത് ആസ്ഥാനമായ ഗ്ലോബല ഫാർമ കമ്പനിക്കാണ് ഗുരുതരമായ പിഴവുണ്ടായത്. ടെമോസോളോമൈഡ് 100 എന്ന പേരുള്ള പേപ്പർ ബോക്സിൽ എറ്റോപോസൈഡ് 50 എന്ന ഗുളികയുടെ കുപ്പിയായിരുന്നു. ശ്വാസകോശ ക്യാൻസറിനും വൃഷ്ണത്തെ ബാധിക്കുന്ന ക്യാൻസറിനുമുള്ള കീമോതെറാപ്പി ഗുളികയാണ് എറ്റോപോസൈഡ്. തലച്ചോറിലെ ക്യാൻസറിന് ചികിത്സയിലുള്ളവർക്ക് നൽകുന്ന കീമോതെറാപ്പി മരുന്നാണ് ടെമോസോളോമൈഡ് 100. RCC ജീവനക്കാരാണ് പിഴവ് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത്. ഗ്ലോബേല ഫാർമയെ RCC വിലക്ക് പട്ടികയിൽപ്പെടുത്തി. 92 പാക്കറ്റ് മരുന്നുകളാണ് വന്നത്. ആദ്യ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ തന്നെ ഫാർമസിസ്റ്റ് പിഴവ് കണ്ടെത്തി. മാറിപ്പോയ മരുന്ന് രോഗികൾക്ക് നൽകിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും RCCയുടെ ഔദ്യോഗിക വിശദീകരണം. വിഷയത്തിൽ ഗ്ലോബല ഫാർമ കമ്പനിക്കെതിരെ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് കേസെടുത്തു. കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ തീരുമാനം. പ്രാഥമിക റിപ്പോർട്ടും തൊണ്ടിയും കോടതിയിൽ ഹാജരാക്കി. സെഷൻസ് കോടതിയായിരിക്കും കേസ് പരിഗണിക്കുക. മരുന്ന് മാറിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണമോഷണം, ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തെത്തും, സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും. ശബരിമല സ്വർണമോഷണ വിവാദത്തിൽ പരിശോധന ശനിയാഴ്ച. ജസ്റ്റിസ് KT ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തും. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്ത് എത്തുന്നത്. സ്ട്രോങ് റൂമുകൾ പരിശോധിക്കും. സ്ട്രോങ് റൂമുകളിലുള്ള വസ്തുക്കൾ കണക്ക് തിട്ടപ്പെടുത്തി കൃത്യമായി രജിസ്റ്റർ ആയി
ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ദ്വാരപാലക സ്വർണ്ണപ്പാളിയിൽ രജിസ്ട്രിയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സ്ട്രോങ് റൂം തുറന്നു പരിശോധിക്കുവാൻ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചത്. 18 സ്ട്രോങ് റൂമുകളാണ് ശബരിമലയിലുള്ളത്. ഇത് മുഴുവൻ തുറന്ന് പരിശോധിക്കുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ നാളെ ദേവസ്വം വിജിലൻസ് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം ദ്വാരപാലക ശില്പത്തിന്റെ പാളികളിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ മനോജ് ഭണ്ഡാരിയിൽ നിന്നും ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുകയാണ്. തങ്ങളുടെ കയ്യിൽ കിട്ടിയത് ചെമ്പ് പാളിയാണ് എന്നായിരുന്നു നേരത്തെ കമ്പനി അറിയിച്ചിരുന്നത്. ഈ മൊഴി തന്നെയായിരിക്കും ഇവർ ആവർത്തിക്കുക. കേസിൽ മനോജ് ഭണ്ഡാരിയുടെ മൊഴി നിർണായകമാണ്. ആലപ്പുഴയിൽ ആൾക്കൂട്ട കൊലപാതകം. മോഷണം ആരോപിച്ച് മധ്യവയസ്കനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആലപ്പുഴ കായംകുളത്ത് മോഷണം ആരോപിച്ച് മധ്യവയസ്കനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. കന്യാകുമാരി സ്വദേശി ഷിബുവാണ് മരിച്ചത്. കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം കാണാതായതിനെ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാരും അയൽവാസികളും ഉൾപ്പെടെ 7 പേർ ചേർന്ന് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. 7 പേർ ചേർന്ന് മർദ്ദിച്ച് ഷിബുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് എഫ്ഐആർ. 2 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ ചെയിൻ മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. നെഞ്ചിലിടിച്ചും മുഖത്തടിച്ചും പുറത്ത് ചവിട്ടിയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് എഫ്ഐആറിൽ പറയുന്നു. സ്ത്രീകളടക്കമുള്ളവരാണ് കേസിലെ പ്രതികൾ. രതീഷ് എന്നയാളാണ് കേസിലെ 1-ാം പ്രതി. ശ്രീശാന്ത്, കനി, വിഷ്ണു, ചിഞ്ചു, കണ്ടാൽ അറിയാത്ത ഒരാൾ എന്നിങ്ങനെയാണ് കേസിലെ പ്രതികൾ. 4-ാം പ്രതിയായ വിഷ്ണുവിന്റെ മകളുടെ ചെയിൻ മോഷണം പോയെന്നായിരുന്നു ആരോപണം. മോഷണം നടത്തിയത് ഷിബു എന്ന സംശയത്തിന്റെ പുറത്തായിരുന്നു ആൾക്കൂട്ട മർദ്ദനം നടന്നത്. ഷിബുവിന്റെ വീട്ടിൽ നിന്നും കുട്ടി തിരിച്ചു വന്നപ്പോൾ സ്വർണം കാണാതെയായെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇന്നലെ വൈകുന്നേരം വീടിന് സമീപത്തൂടെ പോയപ്പോൾ സ്വർണം മോഷണം പോയത് ചോദ്യം ചെയ്യുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കടയിൽ പോയി തിരികെ വരുന്ന വഴിക്കാണ് ഷിബുവിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തത്. മോഷണാരോപണം ഷിബു നിഷേധിച്ചിരുന്നു. തുടർന്ന് അയൽവാസികളടക്കം സ്ഥലത്തേക്കെത്തുകയും കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിനിടെ സമീപത്തെ കനാലിലേക്ക് ഷിബു തെറിച്ചു വീണിരുന്നു. അവിടെ നിന്നും കരയ്ക്ക് കയറ്റി വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിനിടെ ഷിബുവിന് ഹൃദയാഘാതം കൂടി ഉണ്ടായെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യം കായംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഷിബുവിനെ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യനില ഗുരുതരം ആയതിനെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ 7 പേർ ചേർന്ന് മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. മരണകാരണം വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ AI ദുരുപയോഗം പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബീഹാർ തെരഞ്ഞെടുപ്പിൽ AI ദുരുപയോഗത്തിനെതിരെ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. AI ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പാർട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും സ്റ്റാർ ക്യാമ്പയിൻമാരും AI കണ്ടന്റുകൾ ലേബൽ ചെയ്യണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എതിരാളികളുടെ സ്വകാര്യ ജീവിതത്തെ അധിക്ഷേപിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. നിലവിൽ 50 കോൺഗ്രസ് സീറ്റുകളിൽ ധാരണയായി. 2 സീറ്റുകളിൽ RJD നേതാവ് തേജസ്വി യാദവ് മത്സരിച്ചേക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 2020-ൽ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 സീറ്റുകളിൽ മാത്രമായിരുന്നു ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസിന് 55 സീറ്റുകളെ നൽകാനാകൂ എന്നായിരുന്നു RJDയുടെ നിലപാട്. 10 സീറ്റുകൾ കൂടി വേണമെന്ന കോൺഗ്രസ് ആവശ്യത്തിൽ ചർച്ച തുടരുകയാണ്. ചിരാഗ് പസ്വാന്റെ LJP കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത് NDAയെ പ്രതിസന്ധിയിലാക്കുന്നു. NDAയിൽ പ്രധാന കക്ഷികളായ BJPയും JDUവും തമ്മിലുണ്ടാക്കിയ പ്രാഥമിക ധാരണ അനുസരിച്ച് JDU 107 സീറ്റിലും BJP 105 സീറ്റിലും മത്സരിക്കും. ശേഷിക്കുന്ന 31 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വീതിച്ചു നൽകുവാനുമായിരുന്നു തീരുമാനം. 40 മുതൽ 54 സീറ്റ് വരെ വേണമെന്ന ആവശ്യവുമായി LJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പസ്വാൻ രംഗത്തെത്തിയത് മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു. പൂർണ്ണമായി എഥനോളിലും ഓടും. ഫ്രോങ്സ് ഫ്ലെക്സ് ഫ്യൂവലുമായി മാരുതി. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ഫ്രോങ്സ് ഫ്ലെക്സ് ഫ്യൂവൽ അവതരിപ്പിക്കുവാൻ ഇന്തോ ജപ്പാൻ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഇന്ത്യയിൽ അടുത്ത വർഷം അവതരിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ഈ പതിപ്പ് ഈ വർഷം ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ അവതരിപ്പിക്കും. വാഹനത്തിന്റെ ഡിസൈൻ ഇതിനോടകം തന്നെ കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. സുസുക്കിയുടെ 1.2 ലിറ്റർ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനുകൾ ഫ്ലെക്സ് ഇന്ധന ഡ്യൂട്ടിക്ക് തയ്യാറാണെന്ന് സുസുക്കി പറയുന്നു. ഫ്രോങ്സിന്റെ കാര്യത്തിൽ ഇന്നത്തെ E20യിൽ മാത്രമല്ല ഉയർന്ന എഥനോളിൽ കലർത്തിയ ഇന്ധനത്തിൽ പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ 1.2 ലിറ്റർ മോട്ടോർ ഫ്ലെക്സ് ഇന്ധന വേരിയന്റിൽ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാരുതി ഫ്രോങ്സ് ഫ്ലെക്സ്
ഫ്യൂവലിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷനുകൾ ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ആഗോളതലത്തിൽ ഫ്രോങ്സിന്റെ ഉൽപാദനത്തിന്റെ വലിയൊരു പങ്ക് ഇതിനകം തന്നെ ഗുജറാത്തിലെ പ്ലാന്റിൽ നിന്നാണ് നിർമ്മിക്കുന്നതെന്ന് കമ്പനി വ്യക്തമാക്കിയിരുന്നു. കാർബൺ ന്യൂട്രൽ വാഹനങ്ങൾക്കായുള്ള ഓപ്ഷനുകൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സുസുക്കി പറയുന്നു. ഫ്ലെക്സ് ഇന്ധന വാഹനങ്ങൾ അത് നേടുന്നതിനുള്ള ഒരു മാർഗം മാത്രമായിരിക്കും. ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനോട് കൂടിയ ഫ്രോങ്സ് കോമ്പാക്ട് ക്രോസ് ഓവർ പുറത്തിറക്കുവാനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ശക്തമായ ഹൈബ്രിഡ് സിസ്റ്റം ഉയർന്ന ഇന്ധനക്ഷമതയുള്ളതും ടൊയോട്ടയുടെ അറ്റ്കിൻസൺ സൈക്കിൾ ഹൈബ്രിഡ് സജ്ജീകരണത്തെക്കാൾ ചിലവ് കുറഞ്ഞതും ആയിരിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം മാരുതിയുടെ പുതിയ ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിനിന് ലിറ്ററിന് 35 കിലോമീറ്ററിൽ കൂടുതൽ ഇന്ധനക്ഷമത നൽകുവാൻ കഴിയും. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.